സർ, ഈ ഹമാസിൻ്റെ തുരങ്കം, ഹമാസിൻ്റെ ഒളിത്താവളം, ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഗതിയാണ്. എന്താണ് സാർ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗാസ ഈസ് 41 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്ത്ത്, 10 കിലോമീറ്റേഴ്സ് വൈഡാണ്. പക്ഷേ ഈ അവിടെ അതിനകത്തുള്ള ടണൽസിൻ്റെ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 500 കിലോമീറ്റേഴ്സാണ്. 500 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. ഏത് 41 കിലോമീറ്റേഴ്സ് ലോങ് ആൻഡ് 10 കിലോമീറ്റേഴ്സ് വൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് 500 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ടണൽസാണ്. അത്രയധികം ടണൽസ് ഉണ്ട്. അതിൽ പലതും ഈജിപ്തിലേക്ക് പോകുന്നു. അതാണ് അവസ്ഥ. പിന്നെ വേറെ രീതിയിൽ പറഞ്ഞാൽ അത് ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെൻ്റ് എന്നോ അണ്ടർഗ്രൗണ്ട് കോളനി എന്നോ പറയാം. അത്ര വിശാലമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ, അല്ലാതെ നമ്മൾ ടണൽ എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഭവമല്ല. ചെറിയ സംഭവമല്ല. അത് മാത്രമല്ല, ഇതിലാണ് ഇപ്പോൾ സിൻവറൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ അവരുടെ സാധാരണ വലിയ ലീഡേഴ്സൊക്കെ ദോഹയ്ക്ക് പോക്കാ പതിവ്. ദോഹയിൽ വളരെ സൗകര്യമായിട്ടും ആർഭാടത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ ഇയാൾ ഈ സിൻവർ എന്ന് പറയുന്ന ആൾ മാത്രം ഇവിടെ തന്നെ കഴിയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ടണൽസ്, കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു കാറിന് അതിൽ കൂടെ നീങ്ങാൻ സൗകര്യമുള്ള ടണലുകൾ പലതും ഉണ്ട്. മാത്രമല്ല, അവരുടെ ലീഡേഴ്സൊക്കെ താമസിക്കുന്ന ടണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഇലക്ട്രിസിറ്റി, ക്യാമറ, വാട്ടർ, ടെലിഫോൺ, ഗ്രാഫിറ്റി, കമാൻഡ് മോഡ്യൂൾ, എലവേറ്റേഴ്സ്, പിന്നെ സ്റ്റേഴ്സ്, ഇതെല്ലാം കൂടി തികഞ്ഞ ഒരു സാമ്രാജ്യമാണ് ഈ പറയുന്ന ടണൽസ്. അതായത് നമ്മൾ മുകളിൽ എങ്ങനെ ജീവിക്കും, അതായത് ഭൂമിയുടെ മുകളിൽ എങ്ങനെ ജീവിക്കുന്നു അതേ സൗകര്യത്തിൽ ഒരു സമാന്തരമായ ലോകം കെട്ടിപ്പടുക്കുകയാണ്. അപ്പോൾ ഈ മോളിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ സൗകര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏത് സാധാരണ അവിടെയുള്ള ഗാസൻ സിറ്റിസൺസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഈ ഹമാസുകാർ മാത്രമാണ്. അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മാത്രമല്ല, അവരുടെ ടോപ്പ് ലീഡേഴ്സ് പലരും ഇപ്പോൾ സിൻവർ ഇവിടെയുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും സാധാരണ ദോഹയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കഷ്ടപ്പാടുണ്ടെന്നും പറഞ്ഞ് പലയിടത്തും കിട്ടുന്നുണ്ട്. ഒരെണ്ണം UN ആണ്, പിന്നെ US നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റ് അറബ് കൺട്രീസൊക്കെ പ്രത്യേകിച്ച് അവരുടെ ഈ ഫാസ്റ്റിംഗ് സീസണൊക്കെ ഉണ്ടല്ലോ, ആ സീസണിൽ അവർ നന്നായിട്ട് പണം സേവ് ചെയ്ത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണം പലയിടത്തുനിന്ന്, ഇൻക്ലൂഡിങ് ഇന്ത്യയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പണം അങ്ങനെ കുഞ്ഞു കൂടിയിട്ട് എന്തോ കൊണ്ടുപോയി അവിടെയും അതും കൊടുക്കുന്നു, ഇന്ത്യയും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സാമ്പത്തികമായിട്ട് ഇങ്ങനെ നേടിയെടുക്കുന്നു. അപ്പോൾ ഇതിൽ പലതും എന്താ അവിടെ ഒരു സംശയം. കാരണം ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം. പലസ്തീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഇന്ത്യ നിലയുറപ്പിച്ചത് ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേലിൻ്റെ ഒരു നിലപാടിനൊപ്പമാണ് ഇപ്പോഴത്തെ ഭരണകൂടവും കേന്ദ്ര സർക്കാരും നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിന്, അല്ലെങ്കിൽ അത് ഇന്ത്യ കൊടുക്കുന്ന സഹായം പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണോ? അറൗണ്ട് ഹമാസിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് സാധാരണ ആരും കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള UN അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഇന്ത്യ അതേപോലെയുള്ള ആരും ഹമാസിനെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ഇത് കൊടുക്കുന്നത് പാലസ്തീൻ പീപ്പിൾ, ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള സംഘർഷം, ഇസ്രായേലായിട്ടുള്ള സംഘർഷത്തിൽ ഇപ്പോൾ എന്തെങ്കിലും റോക്കറ്റ്സ് വിടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇസ്രായേൽ നേരത്തെ നോട്ടീസ് കൊടുക്കും, ഇന്ന ബിൽഡിംഗ് ഞങ്ങൾ പൊളിക്കാൻ പോവാണ് ഹമാസിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ ആൾക്കാരോട് മാറിയേക്കാൻ പറയും. ആൾക്കാരൊക്കെ മാറിപ്പോവും. അതിൽ ആൾക്കാർ മരിക്കുന്നില്ല. ആ ബിൽഡിംഗ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല ബിൽഡിങ്സൊക്കെ പോയി കഴിയുമ്പോൾ അതിന് വീണ്ടും ബിൽഡിംഗ് പണിയാൻ എന്നുള്ള രീതിയിൽ, പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ബിൽഡിംഗ് പണിയാൻ എന്നുള്ള രീതിയിൽ സാമ്പത്തിക സഹായം കൊടുക്കും. ഇത് പാലസ്തീൻ പീപ്പിളിനാണ് കൊടുക്കുന്നത്, അല്ലാതെ ഹമാസിനല്ല. പക്ഷേ ഈ പണം മുഴുവനും പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഹമാസിന് ഇതേപോലെ ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ടണൽസും മറ്റു സൗകര്യങ്ങളൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് സഹായം ചെയ്യുന്ന, ഇതിപ്പോൾ ഇൻ ടേംസ് ഓഫ് മണിയാണ് UN, US, ഇന്ത്യ ഒക്കെ പറഞ്ഞത്. പക്ഷേ ബിൽഡിംഗ് മെറ്റീരിയൽസ് മെയിനായിട്ട് കൊടുക്കുന്നത് ഖത്തറും ഈജിപ്തുമാണ്. ഈ ഖത്തറും ഈജിപ്തുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടണൽ ഇപ്പോൾ അറ്റ് ആൻ ആവറേജ് അവിടെ ഒരു ടണൽ ഉണ്ടാക്കാനായിട്ട് 350 ട്രക്ക് ലോഡ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണം എന്നാണ് പറയുന്നത്. അത് $3 മില്യൺ അതിന് ചിലവുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ടണൽസാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൗകര്യങ്ങൾ അവിടെ ഉള്ളത് ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഈ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടണൽസാണ് അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ടണൽസൊക്കെ വാസ്തവത്തിൽ അവിടെ ബിൽഡിംഗ് പണിയാനെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കാശിൻ്റെയോ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയോ റിസൾട്ടായിട്ടുണ്ടാകുന്നതാണ്. അതെല്ലാം മണ്ണിനടിയിലാണ്. പിന്നെ മാത്രമല്ല, ഇതിൽ ചിലത്
ഈജിപ്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. മിക്കവാറും അതിൽ വളരെ സത്യം ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇവർക്ക് ഇത്രയും പണികളൊന്നും നടക്കുകയൊന്നുമില്ല. അപ്പോൾ അത് പോകുന്നത് ഫിലാഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിൽ കൂടെയാണ്. അതായത് ഈജിപ്തിൻ്റെയും ഗാസയുടെയും ഇടയ്ക്ക്, ദാറ്റ് ഈസ് സം 14 കിലോമീറ്റേഴ്സ് ലോങ്, 14 കിലോമീറ്റേഴ്സ് ഉണ്ട്, 10 മീറ്റേഴ്സ് വൈഡാണ്. ആ ഏരിയ ഇപ്പോൾ ഈജിപ്റ്റ് അതുകൊണ്ട് തന്നെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഏരിയ വിട്ടുകൊടുക്കില്ല. അത് സീസ് ഫയർ മറ്റു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് വിട്ടുകൊടുത്തിട്ടുള്ള സീസ് ഫയർ വേണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ നെതന്യാഹു പറഞ്ഞാലും ഈ സിൻവറും ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. അദ്ദേഹത്തിന് തലയിൽ പണ്ട് ട്യൂമർ വന്നേക്കുന്നതാണ്. ഇസ്രായേൽ ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ട്രീറ്റ് ചെയ്ത് ഇതൊക്കെ മാറ്റി വിട്ടതാണ്. രോഗം ഭേദപ്പെടുത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതൊക്കെ ആ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പിന്നെ 10-20 കൊല്ലത്തിൽ കൂടുതൽ, നിയർലി 22 ഇയേഴ്സ് അവിടെ ഇസ്രായേൽ ജയിലിൽ കിടന്നിരുന്നതാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ മരിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയിൽ രക്തസാക്ഷിത്വം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫിലാഡൽഫി കോറിഡോർ പാകിസ്ഥാന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഫിലാഡൽഫി കോറിഡോർ അത് ഇവരുടെ കസ്റ്റഡിയിലായിരിക്കണം. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ദിസ് ഈസ് ദി ഓൺലി ഔട്ട്ലെറ്റ് ഫോർ ദി ഗാസൻസ് ടു ഗോ ഔട്ട് ഓഫ് ഗാസ. ബാക്കി എല്ലാ ഏരിയയും വഴി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ബാക്കി എല്ലാ ഏരിയാസും, എല്ലാ ബോർഡേഴ്സും. ആകെ ഉള്ള പുറം ലോകമായിട്ടുള്ള ഇവരുടെ ബന്ധം സൗകര്യമുള്ളത് ഫിലാഡൽഫി കോറിഡോറിലൂടെയാണ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ടണൽസൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ടണൽസ് കൈകാര്യം ചെയ്യണമെങ്കിൽ, അത് നിയന്ത്രിക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ് എന്നുള്ളത് നെതന്യാഹുവിനറിയാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് വാശി പിടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്ലി ഇസ്രായേലിൻ്റെ കൺട്രോളിൽ ഫിലാഡൽഫി കോറിഡോർ 14 കിലോമീറ്റേഴ്സ് ലോങ്, 10 മീറ്റേഴ്സ് വൈഡ് ആ ഏരിയ വേണം എന്നാണ് അവർ വാശി പിടിക്കുന്നത്. അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ എന്താണ് ഈ ഹമാസിൻ്റെ ഇവരൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എന്താണ് ഭീകരവാദ പ്രസ്ഥാനമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പാലസ്തീൻ ജനതയുടെ കഷ്ടപ്പാട് എന്നാണല്ലോ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ ജനതയുടെ ഒരു ശത്രു എന്ന് പറയുന്നത് ഹമാസ് അല്ലേ? അങ്ങനെയാണ് പലരും പറയുന്നത്. ഹമാസിൻ്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ലീഡറുടെ മകനൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ ഇപ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്ന അഗൻസ്റ്റ് ഹമാസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് മൂലമാണ്. ഹമാസ് ഓരോന്ന് കാണിക്കുന്നു, അതിൻ്റെ ഫലം ഇവർ അനുഭവിക്കുന്നു. ഹമാസ് പോയി 1200 പേരെ കൊന്നു. അവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ടണൽ നെറ്റ്വർക്ക് നമ്മൾ ഏകദേശം പറഞ്ഞല്ലോ, 500 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവർ ഈ പണിയായി കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ സൗകര്യമായിട്ട് ഇവിടെ വന്നോ, താമസിച്ചോ, ആ ഹോസ്റ്റേജസിനെ കൊണ്ടുവരോ, അതിൽ നല്ല പെൺകുട്ടികളുണ്ട് ഇഷ്ടംപോലെ, അവരെ വഴിയിൽ വെച്ച് പലതും കാണിച്ചാണ് ഇവിടെയും സൗകര്യങ്ങളുണ്ടാകാം, ഇവിടെ നല്ല സൗകര്യമായിട്ട് കഴിയുക. ആ സമയത്ത് ഇത്രയും പേരെ കൊന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വന്ന് ബോംബിടും. ബോംബ് മുകളിൽ പൊട്ടിക്കോട്ടെ, നമുക്ക് എന്താണെന്നുള്ള രീതിയിലാണ്. നമ്മൾ ടണലിൻ്റെ അടിയിലാണ്. ഈ ടണലിലേക്കോ ഗ്രൗണ്ടിലേക്കോ ഇസ്രായേൽ ഇറങ്ങും എന്നവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വന്ന് കുറേ ബോംബിട്ട് പോകും, കുറേ പലസ്തീൻകാർ ചാവും. പക്ഷേ ഹമാസ് മുഴുവൻ ഇതിൻ്റെ അടിയിലായിരിക്കും, ടണലിൻ്റെ ഉള്ളിൽ. ഇങ്ങോട്ട് വരെയില്ല, ഗ്രൗണ്ടിൽ ഇറങ്ങിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോയി തെറ്റിച്ചു. ഇത്രയും പ്രൊലോങ്ഡ് ഒരു അറ്റാക്ക് നടക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. ആ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അറ്റാക്ക് നടത്തി. അതെ, അതായത് ഹമാസ് വിചാരിച്ചിരുന്നത് അവർക്ക് ദേഷ്യം വന്നു, ഇത്രയും പേര് 1000-1200 പേര് ചാവുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും, ചത്ത് കഴിയുമ്പോൾ അവരിവിടെ വന്ന് കുറച്ച് ബോംബിങ് നടക്കും. അത് ഏരിയൽ ബോംബിങ് ആയിരിക്കും. അത് നടത്തിയിട്ട് അവർ പോകും. നമ്മളതിൻ്റെ അകത്ത് വളരെ ഭംഗിയായിട്ടിരിക്കാം എന്നാണ് പ്രതീക്ഷിച്ചത്. സാർ, അത് എത്രമാത്രം ക്രൂരതയാണ് ഇവരോട് ചെയ്യുന്നതെന്നാണ്. അതായത് ഒരേ മതവിഭാഗമാണ് ഈ പറയുന്ന ആളുകൾ, മതസ്നേഹം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഒരേ മതവിഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും അവരുടെ തീവ്രവാദ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് അവർ സേഫായ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവരുടെ നേതാക്കന്മാർ ദോഹയിൽ പോയി ജീവിക്കുകയും ചെയ്യുമ്പോൾ പാലസ്തീനിലുള്ള പിഞ്ചു മക്കൾ, ഒരുപാട് അപകടം പറ്റിയ മക്കളുടെ ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവരെ ഈ ഒരു ബലിയാടാക്കി നിർത്തുകയാണ് ഈ ഹമാസ്. അതായത് ഹമാസ് ഈ പണി ചെയ്തിട്ട് പോയിരിക്കുന്നത് സ്കൂളിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ അകത്തോ, അൽഷിഫ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള സൗകര്യങ്ങളിലാണ്. പിന്നെ ആൾക്കാർ, കുഞ്ഞുങ്ങളോ സ്ത്രീകളോ ഒക്കെ ഉള്ളിടത്ത് ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്രൊജക്ടൈൽ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിൽ നിന്നും പോയി കഴിഞ്ഞാൽ അത് ആ പുറപ്പെടുന്ന സ്ഥലത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഇസ്രായേലിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ കണ്ടീഷൻഡാണ്. അത് ഇവിടെ ആക്രമണം ഉണ്ടാവും.
അപ്പോൾ സ്ത്രീകളുടെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അകത്ത് നിന്നിട്ടൊക്കെ കാണിക്കുമ്പോൾ അവിടേക്ക് തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് മിസൈൽസ് അവിടെ വരും. അതൊക്കെ കമ്പ്യൂട്ടറിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ മരിക്കും. അപ്പോൾ ഉടനെ സ്ത്രീകളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നല്ലോ. മാത്രമല്ല ഈ ജനാധിപത്യത്തിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ ഹമാസിന് പറയാനേ അർഹതയില്ല. അവിടെ 2006 ഇവർ അധികാരത്തിൽ വന്നു. ഇവർ മറ്റ് പഴയ നേതാക്കന്മാരൊക്കെ ഇവർ വെടിവെച്ചൊക്കെ ഓടിച്ചു. കുറച്ച് പേരൊക്കെ അങ്ങോട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പോയവർ അവിടെ അങ്ങനെ ഭരണം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2006 അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഇപ്പോഴും ഇപ്പോൾ എത്ര വർഷമായി, ഓൾമോസ്റ്റ് 20 ഇയേഴ്സിൻ്റെ അടുത്തായി. എങ്ങനെയാലും 5 ഇയേഴ്സിൽ കൂടുതൽ ഡെമോക്രസിയിൽ സാധാരണ ടേം വരാറില്ലല്ലോ. അപ്പോൾ ഇവരുടെ ടേം ആയി കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. അത് ഒരു പേരിന് മാത്രമാണ്, അതൊരു ആളുകളെ പറ്റിക്കേണ്ട ഒരു പരിപാടി എന്നുള്ളത് മാത്രമാണ്. ഡെമോക്രസി ആയിട്ടൊന്നും അവർക്ക് ഹമാസിന് യാതൊരു ബന്ധവുമില്ല. സാർ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, അതായത് ഈ ടണലുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് അവരുടെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അവർ സേഫ് സോണായി കണ്ടെത്തിയ അവരുടെ ടണൽ എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ടണൽ അവർ നിർമ്മിച്ചത് കൊണ്ട് തന്നെയാണ് അവരുടെ പൂർണ്ണമായിട്ട് ഇത്രയും വലിയൊരു ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എന്താണ് ഇന്റലിജൻസ് സംവിധാനമൊക്കെ മൊസാദ് പോലുള്ള സംഘടന ഒക്കെ ഉള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഇവരെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് എന്തുകൊണ്ട് ഇസ്രായേലിന് തകർക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ ടണൽ അത് വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു ഇത് വഹിക്കുന്നുണ്ടല്ലേ സാർ? അത് 1987 തൊട്ട് ഇവർ കാര്യമായിട്ട് ഈ ടണൽ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ക്ലേ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ തോട് പോലെ കീറിയാലും അത് ഇടിഞ്ഞു വീഴില്ല, അങ്ങനത്തെ മണ്ണാണ്. പക്ഷേ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ടണൽസൊക്കെ വളരെ പക്കയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിമെൻറ്റ്, കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ വെറുതെ മണ്ണായാലും അവിടെ തോണ്ടിയിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് ഇടിഞ്ഞ് ആ കുഴിയിലേക്ക് വീഴില്ല. കുഴി ഉണ്ടാക്കിയ കുഴി ഇസ് ദെയർ. അതാണ് അതിൻ്റെ മണ്ണല്ല. അത് തന്നെ. അത് അപ്പോൾ വളരെ സൗകര്യമായിട്ട് ടണലിൽ കയറി ഒരു പാരലൽ ഗവൺമെൻറ്റായിട്ട് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാതായിരുന്ന രീതി. പക്ഷേ ഇപ്പോൾ അതങ്ങ് നടക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇതിൽ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും അതുപോലെ തന്നെ യന്ത്ര തോക്കുകളും വാട്ടറും എല്ലാം ലഭിക്കുന്ന ഒരു ടണലാണ്. എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യം എല്ലാം ഉണ്ട്. വാട്ടർ, ടെലിഫോൺ, അതേപോലെ എലവേറ്റേഴ്സ്, സ്റ്റെയർസ്, ഇലക്ട്രിസിറ്റി, ക്യാമറ, ടെലിഫോൺ, എല്ലാ സൗകര്യങ്ങളുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹമാസിൻ്റെ തുരങ്കം എന്നുള്ളത് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ ഹമാസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ തുരങ്കം, എന്തൊക്കെയാണ് ഈ തുരങ്കത്തിനുള്ളിൽ ഉള്ളത് എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്കും അതൊരു സംശയം ഉണ്ടാവും. എന്തായാലും അതൊരു പരിധിവരെ ആ സംശയം ദൂരീകരിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നന്ദി സാർ. ശരി, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.